വെൽക്കം ടു മാത്സിയോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് HSA മാത്സ് എക്സാം സീരീസിലെ മൂന്നാമത്തെ ദിവസത്തെ എക്സാമിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏകദേശം ഒരു 7 ചോദ്യങ്ങളായിരുന്നു ഈ ഒരു പോർഷനിൽ നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: dy/dx ഈക്വൽസ് √x + √y എന്ന അവകലജ സമവാക്യത്തിന്റെ ഡിഗ്രി എന്ത്? 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്: 1, 2, 3 and 4. അപ്പം അവകലജ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന പോർഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റുകളാണ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ദ പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു ചോദ്യത്തിൽ തന്നെ കാണുമ്പോൾ dy/dx ഈക്വൽസ് √x + √y എന്നാണ്. ഇവിടുത്തെ ഡെറിവേറ്റീവ് വരുന്നത് എങ്ങനെയാണ്? dy/dx എന്നുള്ള ഫോമിലാണ്. അതായത് y ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു x. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം y ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഹിയർ ആൻഡ് x ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് y ഇവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓർഡർ ആൻഡ് ഡിഗ്രി പറയുമ്പോൾ ഓർഡർ എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്താണോ നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ, അതിൻ്റെ ഓർഡറാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്നും പറയുന്നത്. ഇപ്പം ഈ ചോദ്യത്തിൽ കാണുമ്പോൾ dy/dx എന്ന് പറയുന്നതാണ് y എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും ഓർഡർ 1 ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ ചോദ്യം ഓർഡർ അല്ലായിരുന്നു, ഡിഗ്രി ആയിരുന്നു. അപ്പോൾ എന്താണ് ഡിഗ്രി? നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ എപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പം ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ മാത്രം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം, സെക്കൻഡ് ഓർഡർ കാണാം, തേർഡ് ഓർഡർ കാണാം, അങ്ങനെ പോവാം. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവ പോളിനോമിയൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ പോളിനോമിയൽ ഇക്വേഷനിൽ കാണപ്പെടുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറിനെയാണ് നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുകയാണെങ്കിൽ dy/dx എന്ന് പറയുന്ന ടേം നമുക്കുണ്ട്. dy/dxൻ്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ അവകലജ സമവാക്യത്തിന്റെ ഡിഗ്രി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. പക്ഷെ നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഡെറിവേറ്റീവിന്റെ ടേംസ് പോളിനോമിയൽ ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ √x √y എന്നുള്ള ടേംസ് ഉണ്ട്. പക്ഷെ അവയൊന്നും എന്തല്ല, നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെറിവേറ്റീവ്സിന്റെ ടേംസ് അല്ല. dy/dx, d2y/dx2, d3y/dx3 അത്തരം ടേംസ് പോളിനോമിയൽ ഫോമിലായിരിക്കണം കാണപ്പെടേണ്ടത്. അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനാണ് നമുക്ക് ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ചോദ്യത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ dy/dx അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഉള്ള ടേംസ് പോളിനോമിയൽ ഫോമിലാണ് കാണപ്പെടുന്നത്. അല്ലാത്ത ടേംസ് ട്രാൻസെൻഡന്റൽ എന്നറിയപ്പെടുന്ന റൂട്ട് ടേംസും ഈ ഒരു ഇക്വേഷനിലുണ്ട്. പക്ഷേ നമുക്ക് ഡെറിവേറ്റീവ്സിനെ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് ഡെറിവേറ്റീവ്സിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ 1 ആണ് ഈ ഇക്വേഷനിൽ. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് 1. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. y² = 4ax എന്ന പരാബോളകളുടെ അവകലജ സമവാക്യം എന്ത്? വേർ a is an arbitrary constant. അപ്പോൾ y² = 4ax എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഫ് പരാബോളകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. എയുടെ വാല്യൂ മാറും തോറും പരാബോളയുടെ ഇക്വേഷനും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതൊരു ഫാമിലി ഓഫ് പരാബോളയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഇക്വേഷന്റെ അല്ലെങ്കിൽ ഈ ഫാമിലി ഓഫ് പരാബോളകളുടെ അവകലജ സമവാക്യം എന്ത് എന്നായിരുന്നു ചോദ്യം. വേർ a is an arbitrary constant. a ഒരു കോൺസ്റ്റന്റ് ആണ്.
അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ y² = 4ax എന്നുള്ളതാണ്. നമ്മൾ ഈ എക്ക് ഒരു കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ എയുടെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷനിലും dy/dx എന്ന് പറയുന്ന ഒരു ടേം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഉത്തരത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാരണം കൂടിയാണ് നമ്മൾ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് d/dx ഓഫ് y² = d/dx ഓഫ് 4ax എന്ന് കിട്ടും. ഇത് ഉത്തരം എന്താണ്? 2y × dy/dx = 4a എന്ന് കിട്ടും. ഇതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും a = y/2 dy/dx അല്ലേ? 4aയുടെ ഭാഗത്ത് നിന്ന് 4 താഴോട്ട് പോകുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ 2/4 = 1/2. therefore a = y/2 × dy/dx. ഇനി ഈ a ആണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. y² = 4 × y/2 × dy/dx × x. എക്ക് പകരം y/2 × dy/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മളുടെ ഇക്വേഷനിൽ. ഇവിടെ നിന്ന് നമുക്ക് കിട്ടും 2yx dy/dx = y² എന്ന്. രണ്ട് സൈഡിലും y ഉള്ളതുകൊണ്ട് ഓരോ y വീതം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അവസാനം നമുക്ക് ഉത്തരം കിട്ടും y = 2x × dy/dx. അപ്പോൾ y = എന്നുള്ള ഫോമിലാണ് നമുക്ക് ഇക്വേഷൻ വേണ്ടിയിരുന്നത്. നമുക്ക് നോക്കാം. y = 2x × dy/dx. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ dy/dx + y/x = log x എന്ന അവകലജ സമവാക്യത്തിന്റെ പരിഹാരം എന്ത്? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർമ്മ വരേണ്ടതാണ്. dy/dx + py = q എന്നുള്ള ജനറൽ ഫോം. ഇത് എന്തിന്റെ ജനറൽ ഫോം ആണ്? ഇതൊരു ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം ആണ്. ഈ ഫോമും നമുക്ക് തന്നിട്ടുള്ള അവകലജ സമവാക്യവും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും തന്നിട്ടുള്ള ചോദ്യത്തിലെ ഇക്വേഷൻ എന്നുള്ളത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് സോൾവ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള വഴി അറിയാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. അതിനായിട്ട് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷനിലെ പിയും ക്യൂവും എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിയും ക്യൂവും ഈ ഇക്വേഷനിൽ എക്സിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും, എക്സിലുള്ള ഏകതകളായിരിക്കും പിയും ക്യൂവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും p = 1/x ആൻഡ് q = log x. ഇതാണ് നമ്മുടെ ചോദ്യത്തിലെ പിയും ക്യൂവും. ഇനി അടുത്ത സ്റ്റെപ്പ് സോൾവ് ചെയ്യലാണ്. ടു സോൾവ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ഫൈൻഡ് if. That is equal to if is equal to e raised to integral p dx. This is equal to e raised to integral p എന്ന് പറയുന്നത് 1/x ആണ്. e raised to integral 1/x dx. 1/x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് log x ആണ്. therefore e raised to log x എന്ന് കാണാൻ സാധിക്കും, which is equal to x. e raised to log a എന്ന് പറഞ്ഞാൽ a ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ x എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് y into if is equal to integral of q into if dx എന്നായിരിക്കും. അപ്പോൾ നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. y into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ x ആണ് ഈക്വൽസ് ടു q എന്ന് പറയുന്നത് log x ആണ്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ x dx.
അപ്പം y ഇൻറ്റു എക്സ് ഈക്വൽസ് ടു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ലോഗ് എക്സ് ഡി എക്സ് ആണ് നമ്മളുടെ സൊല്യൂഷൻ. അപ്പം ദെയർഫോർ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് പ്രോഡക്റ്റ് ഫോർമുല ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് ആയിട്ടും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ പ്രോഡക്റ്റ് ഫോർമുല വരുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ നമുക്ക് ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x ആണ്, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇങ്ങനെ വരും. Therefore yx is equal to log x into x square by 2 minus 1/x into x square ചെയ്യുമ്പോൾ ഓരോ x വീതം ക്യാൻസൽ ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് ബൈ 2 ഡി എക്സ് എന്നാണ് വരിക. ഇൻ്റഗ്രൽ എക്സ് ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 4 എന്നാണ്. Therefore yx is equal to x square by 2 into log x minus x square by 4 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ കാണാം എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ഓപ്ഷനാണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. y പ്ലസ് ആൽഫ എക്സ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് പ്ലസ് 3x സ്ക്വയർ വൈ ഡി വൈ ഈക്വൽ ടു 0 എന്ന അവകലന സമവാക്യം എക്സാക്റ്റ് ആണെങ്കിൽ ആൽഫയുടെ വില എത്ര? തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന പോർഷനും നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പോർഷനാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് അല്ലേ. അപ്പം ഇവിടെ പറയുന്നത് എക്സാക്റ്റ് ആണെങ്കിൽ, എക്സാക്റ്റ് ആകണമെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നായിരിക്കും. എമ്മും എന്നും എക്സിലും വൈയിലും ഉള്ള ഏകതങ്ങളായിരിക്കും. മാത്രമല്ല മറ്റൊരു കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തായിരുന്നു? ഡോ എം ബൈ ഡോ വൈ ഷുഡ് ബി ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന്. അതിൻ്റെ അർത്ഥം ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പോൾ ആദ്യം ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും കാണുക, രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൽഫയുടെ വില അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് എം എന്നും ഇതാണ് എൻ എന്നും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണേണ്ടത് ഡോ എം ബൈ ഡോ വൈ ആയിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ആൽഫ എക്സ് വൈ സ്ക്വയർ. അപ്പം ഡെറിവേറ്റീവ് എടുക്കുമ്പം വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 1 ആണ്, പ്ലസ് ഇവിടെ ആൽഫ എക്സ് ഇൻറ്റു 2y എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 ആൽഫ എക്സ് വൈ എന്ന് വരും. ഇതാണ് ആദ്യത്തെ വാല്യൂ. അടുത്തത് നമുക്ക് ഡോ എൻ ബൈ ഡോ എക്സ് കാണണം. ഡോ എൻ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ. ഇവിടെ എക്സ് പ്ലസ് 3x സ്ക്വയർ വൈ ആയിരുന്നു. അപ്പം നമ്മൾ ഡെറിവേറ്റീവ് കാണുമ്പം എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 1 തന്നെയാണ്, പ്ലസ് 3x സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 2x 6x വൈ. അപ്പം 1 പ്ലസ് 6x വൈയും 1 പ്ലസ് 2 ആൽഫ എക്സ് വൈ ആണ് കിട്ടിയത്. അപ്പം സിൻസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്റ്റ്, നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? 1 പ്ലസ് 2 ആൽഫ എക്സ് വൈ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 6x വൈ. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനേ ഉള്ളൂ. എന്ത് വരും? 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ആൽഫ എക്സ് വൈ ഇസ് ഈക്വൽ ടു 6x വൈ. എക്സും വൈയും രണ്ടും രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ആൽഫ ഈക്വൽ ടു 6. ദെയർഫോർ ആൽഫ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ആൽഫ ഈക്വൽ ടു 3 ആണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആയിരിക്കും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു. ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 3/x n ആണെങ്കിൽ ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ഏകതമാണ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0ന്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതും
എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും എക്സാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. എക്സാക്റ്റ് ആകണമെങ്കിൽ നമുക്ക് ഡോ എം ബൈ ഡോ വൈ ഈക്വൽസ് ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ള ഫോർമുലയും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത സമയങ്ങളിൽ നമുക്കൊരു ഫംഗ്ഷൻ ഓഫ് എക്സ്, ലെറ്റ് ഇറ്റ് ബി മ്യൂ, മ്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു ഏകതം കൊണ്ട് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മ്യൂ ഇൻറ്റു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽസ് ടു 0. റൈറ്റ് ഹാൻഡ് സൈഡിൽ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? മ്യൂ എം ഡി എക്സ് പ്ലസ് മ്യൂ എൻ ഡി വൈ ഈക്വൽസ് ടു 0 എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് മ്യൂ എം ഡോ ബൈ ഡോ വൈ ഓഫ് മ്യൂ എം ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് മ്യൂ എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ, അതായത് എക്സാക്റ്റ് ആയി മാറിയെങ്കിൽ, അത്തരത്തിലുള്ള ഏകതങ്ങളെയാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ മ്യൂവിന്റെ ഒരു പ്രത്യേകത, മ്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും മ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ആ മ്യൂ എന്തായിരിക്കും ഈ ഒരു ചോദ്യത്തിൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആകെ ഒരു റിലേഷൻ മാത്രമേ അറിയുള്ളൂ, ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 3/x ഇൻറ്റു എൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മൾ ഈ എഴുതിയ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എക്സാക്റ്റ് ആകുമെങ്കിൽ ഡോ ബൈ ഡോ വൈ ഓഫ് മ്യൂ എം ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് മ്യൂ എൻ. ഇനി രണ്ട് സൈഡും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മ്യൂ എന്ന് പറയുന്നത് എക്സിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഡെറിവേറ്റീവിന്റെ കേസിൽ മ്യൂ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. ദാറ്റ് ഇസ് മ്യൂ ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ എന്ന് എഴുതാം. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ മ്യൂവും എന്നും എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് മ്യൂ ഡാഷ് എൻ പ്ലസ് മ്യൂ ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സ്, ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. ഇനി നമുക്ക് അറിയുന്ന ഈ ഒരു റിലേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലെ മ്യൂ ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം മ്യൂ ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ മൈനസ് മ്യൂ ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ ഡാഷ് എൻ എന്ന് വരുന്നു. അപ്പോൾ അതായത് മ്യൂ ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഡാഷ് എന്ന് നമുക്ക് കിട്ടിയല്ലോ. അതായത് നമുക്ക് ആ ബ്രാക്കറ്റിന്റെ അകത്തുള്ള കാര്യം എന്താണ്, 3/x ഇൻറ്റു എൻ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് എഴുതുകയാണ്. 3/x ഇൻറ്റു എൻ ഈസ് ഈക്വൽ ടു മ്യൂ ഡാഷ് ഇൻറ്റു എൻ. അപ്പോൾ രണ്ട് സൈഡിലുള്ള എന്നിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് എന്താണ്, മ്യൂ ഇൻറ്റു 3/x ഈസ് ഈക്വൽ ടു മ്യൂ ഡാഷ്. അപ്പം ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാണ് വേണ്ടത്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂവിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്, മ്യൂവിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറി. മ്യൂ എന്ന് പറയുന്ന ഫംഗ്ഷനിലുള്ള, മ്യൂ എന്ന് പറയുന്ന വേരിയബിളിലുള്ള, ഇവിടെ വേരിയബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, മ്യൂ എന്ന വേരിയബിളിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ എഴുതി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയായിട്ട് മാറി. അപ്പൊ ഇനി ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിക്കാമല്ലോ. എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? മ്യൂ ഇൻറ്റു 3/x ഇസ് ഈക്വൽ ടു എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് മ്യൂ ആണ്, മ്യൂ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3dx/x ഇസ് ഈക്വൽ ടു ഡി മ്യൂ ബൈ മ്യൂ എന്ന് എഴുതാൻ സാധിക്കുകയും ഇപ്പോൾ ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്കിതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇൻ്റഗ്രൽ 3/x dx ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/μ d മ്യൂ. അപ്പോൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
3 log x ഈസ് ഈക്വൽ ടു ലോഗ് മ്യൂ എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പവർ റൂൾ ഉപയോഗിക്കുകയാണ് ലോഗിൻ്റെ. അതായത് ലോഗ് എക്സ് ക്യൂബ് എന്ന് വരും. ലോഗ് എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു ലോഗ് മ്യൂ. അതെങ്ങനെയാണ് വന്നത്? ബി ലോഗ് എ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ റേസ് ടു ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ലോഗരിതത്തിൻ്റെ പവർ റൂള്. അപ്പം രണ്ട് സൈഡും ലോഗ് വന്നതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു മ്യൂ അഥവാ മ്യൂ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അപ്പം മ്യൂ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. മ്യൂ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഇ റേസ് ടു എക്സ്, എക്സ് ഇ റേസ് ടു എക്സ് എന്നിവ ചുവടെ തന്നിരിക്കുന്ന ഏത് അവകലജ സമവാക്യത്തിന്റെ പരിഹാരമാണ്? ഇ റേസ് ടു എക്സ്, എക്സ് ഇ റേസ് ടു എക്സ് ഇത് രണ്ടും ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആയിട്ടാണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. നമുക്ക് രണ്ട് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. y1 ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആൻഡ് y2 ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് y ഈസ് ഈക്വൽ ടു ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് y1 ആൻഡ് y2 ആയിട്ട് എഴുതാൻ സാധിക്കും. ദാറ്റ് ഇസ് c1y1 പ്ലസ് c2y2. അതായത് c1 ഇ റേസ് ടു എക്സ് പ്ലസ് c2 എക്സ് ഇ റേസ് ടു എക്സ് എന്ന് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ടേം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് എഴുതാൻ സാധിച്ചു. ഇതാണ് ജനറൽ സൊല്യൂഷൻ. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും റിപ്പീറ്റഡ് റൂട്ട്സ് ആയിട്ട് വരുന്ന ഓക്സിലറി ഇക്വേഷൻ ആണ് ഇത്തരം ഒരു ജനറൽ സൊല്യൂഷൻ നമുക്ക് തരുന്നത്. രണ്ട് സൊല്യൂഷൻസ് y1 ആൻഡ് y2 ഉണ്ട്. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്നുള്ള ഫോമിലാണ് സൊല്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ്. മാത്രമല്ല റിപ്പീറ്റിംഗ് റൂട്ട്സ് വരുന്ന ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇതിനൊരു ജനറൽ ഇതിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റേസ് ടു എം എക്സ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ജനറൽ സൊല്യൂഷൻ ആയിട്ട് എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. m-1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ. ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് റൂട്ട്സ് അറ്റ് m ഈക്വൽ ടു 1ലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് m-1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതായത് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ m സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2 dy ബൈ ഡി എക്സ് പ്ലസ് y ഈക്വൽ ടു 0 എന്നായിരിക്കും. ഇതാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് ഇ റേസ് ടു എക്സും എക്സ് ഇ റേസ് ടു എക്സും. അപ്പം നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ നമുക്ക് കറക്റ്റായിട്ട് പറയാം. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുണ്ടായിട്ടുള്ള അവസാനത്തെ ചോദ്യം ഇതായിരുന്നു. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന അവകലജ സമവാക്യത്തിൻ്റെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഏതാണെന്നാണ്. അപ്പം പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമ്മൾ കാണുന്നത് നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനായിരുന്നു. നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ y എന്നതിനെ YH പ്ലസ് YP എന്ന് നമുക്ക് എഴുതാം. YH എന്ന് പറയുന്നത് ഹോമോജീനസ് പാർട്ടിൻ്റെ സൊല്യൂഷനും YP എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഇൻ്റഗ്രലും ആണ്. അപ്പോൾ നമുക്കിവിടെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആയിരുന്നു കാണാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു സൈൻ എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഇതിലത്തെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററെ, അതായത് ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററെ ക്യാപിറ്റൽ ഡി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററെ ഡി സ്ക്വയർ വെച്ചിട്ട് നമുക്ക്
റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷനെ d² y + y = sin x എന്ന് എഴുതാൻ സാധിക്കുന്നതാണ്. അതായത് d² + 1 × y = sin x. That is y = 1/d² + 1 sin x. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് സൈനുകളും കോസുകളുമാണ് നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ജനറൽ ആയിട്ടുണ്ടായിരുന്ന ചോദ്യം, ജനറൽ ആയിട്ടുള്ള ഫോർമുല എങ്ങനെയാണ്, സൈൻ mx ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ d² പകരം -m² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -m² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ -m² ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ m എന്ന് പറയുന്നത് 1 ആണല്ലോ. ഈ കേസിൽ m എന്ന് പറയുന്നത് 1 ആണ്. അപ്പം -1² ദാറ്റ് ഇസ് -1 + 1 എന്നുള്ളത് ആയിരിക്കും ഈ ഡിനോമിനേറ്ററിൽ വരിക. അത് 0 ആയി പോകും. അപ്പം നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ ഇല്ലാതെയാണ് ആവുന്നത്. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ കേസാണ്. ഈ കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് y = x × 1/d² + 1ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അത് 2d ആയിരിക്കും sin x. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. d² + 1 എന്നുള്ള ടേമിന് നമുക്ക് sin mx എന്നുള്ളത് വരുമ്പോൾ d² പകരം -m² എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ m എന്നുള്ളത് 1 ആയതുകൊണ്ട് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1² കൊടുക്കുമ്പോൾ d² -1 ആവുകയും -1 + 1 0 എന്ന് നമുക്ക് ഡിനോമിനേറ്ററിൽ കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും, x × 1/ ഡെറിവേറ്റീവ് ഓഫ് എന്താണോ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഇവിടെ 2d ആണ് വരുന്നത്. അപ്പം നമുക്ക് x × 1/2d sin x എന്ന് കിട്ടും. അതിനെ നമുക്കിങ്ങനെ x/2 × 1/d ഓഫ് sin x എന്ന് എഴുതാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററെയാണ് d എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/dയെ ആന്റി ഡെറിവേറ്റീവ് അഥവാ ഇന്റഗ്രൽ ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെ വരും, ദിസ് ഈസ് ഈക്വൽ ടു x/2 × ഇന്റഗ്രൽ ഓഫ് sin x dx. ദിസ് ഈസ് ഈക്വൽ ടു x/2 × -cos x എന്ന് വരും അല്ലേ. ദാറ്റ് ഇസ് -x/2 cos x ആണ് നമ്മുടെ ഇവിടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പെർട്ടിക്കുലർ ഇന്റഗ്രൽ. -x/2 cos x എന്നുള്ളത് നമുക്ക് ഉത്തരം ഓപ്ഷൻ എ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഈ ചോദ്യങ്ങളായിരുന്നു 3-ാം ദിനം HSA മാത്സ് എക്സാം സീരീസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളുടെയും സൊല്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.